ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നക്ഷത്ര 1111ലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങൾക്ക് ഡിവൈൻ നൽകുന്ന സന്ദേശം എന്താണ് എന്ന് നോക്കാം. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അതിനാൽ നിങ്ങളുടെ സാഹചര്യങ്ങളുമായിട്ട് പോസിറ്റീവായിട്ട് തോന്നുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുക. ഫോഴ്സ്ഫുള്ളി ഒരു കാര്യങ്ങളും അട്രാക്റ്റ് ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്. ഈ ഒരു റീഡിംഗ് നിങ്ങളുടെ മുന്നിൽ എപ്പോൾ വന്നാലും അപ്പോൾ മുതൽ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നതാണ്. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ ഇവിടെ സ്ലോയിങ് ഡൗൺ ആണ് വന്നിട്ടുള്ളത്. അതായത് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് റെസ്റ്റ് ഇല്ലാതെ പല ലക്ഷ്യങ്ങളിൽ എത്തിച്ചേരാൻ വേണ്ടിയിട്ട് ഒരു ഓട്ടപ്പാച്ചിലായിരുന്ന ആളുകൾ ഒന്ന് സ്ലോ ഡൗൺ ആകുന്ന ഒരു എനർജിയാണ്. ചിലപ്പോൾ പൈസയ്ക്ക് വേണ്ടിയൊക്കെ പൈസ ഉണ്ടാക്കുന്നതിനുള്ള ഒരു ഓട്ടപ്പാച്ചിലാകാം നിങ്ങൾ. അപ്പോൾ നമ്മൾ നിരന്തരമായിട്ട് റെസ്റ്റ് എടുക്കാതെ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുക മാത്രമല്ല ചെയ്യേണ്ടത്. നമ്മൾ ചിലപ്പോഴെങ്കിലും ഒന്ന് റെസ്റ്റ് എടുക്കേണ്ടത് ആവശ്യമാണെന്നുള്ളതാണ്. അതായത് ഇടയ്ക്ക് നിങ്ങൾ നിങ്ങളിലേക്ക് തന്നെ ഒന്ന് ഫോക്കസ് ചെയ്യേണ്ട ആവശ്യമാണെന്നുള്ളതാണ്. അതായത് നിങ്ങളുടെ ആഗ്രഹങ്ങൾ നേടിയെടുക്കാനുള്ള ആ ഓട്ടത്തിനിടയിൽ ഒരുപക്ഷെ നിങ്ങൾ നിങ്ങളെ തന്നെ മറന്ന ഒരു അവസ്ഥയുണ്ടായിരിക്കാം. നിങ്ങളുടെ ആരോഗ്യം പോലും നോക്കാതെ പലതിനു വേണ്ടിയും കഷ്ടപ്പെടുന്നുണ്ടാവാം. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട പല കാര്യങ്ങളും ഒഴിവാക്കിയിട്ടുണ്ടായിരിക്കാം ഒരുപക്ഷെ. അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾക്കൊരു വാല്യൂ നൽകുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ സോളിന് വേണ്ടിയിട്ട് സന്തോഷവും സമാധാനവും ഒക്കെ ലഭിക്കുന്ന കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളതാണ്. അതുപോലെ നിങ്ങൾ പുതിയ ചില കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നു എന്ന് കാണുന്നുണ്ട്. ഇവിടെ ഫൈറ്റിങ്ങും കൺട്രോളും ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ വീട്ടിലോ അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന സ്ഥലത്തോ അല്ലെങ്കിൽ ഫ്രണ്ട്സിനോടോ ഒക്കെ ഏതെങ്കിലും കാര്യത്തിന് എതിർപ്പ് പ്രകടിപ്പിക്കാനോ അല്ലെങ്കിൽ നിങ്ങൾ ഫൈറ്റ് ചെയ്യാനുള്ളൊരു എനർജിയിൽ നിന്ന് മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് കാണുന്നത്. അതായത് നിങ്ങൾ കൺട്രോൾ ചെയ്യുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത്. നിങ്ങളുടെ ഇമോഷൻസിനെ, നിങ്ങളുടെ വികാരങ്ങളെ നിങ്ങൾ കൺട്രോൾ ചെയ്യുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ ദേഷ്യം, വിഷമം ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ കൺട്രോൾ ചെയ്യുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. മാത്രമല്ല ഇവിടെ നിങ്ങളിലേക്ക് വരുന്ന പുതിയ ചില സന്തോഷങ്ങൾ കൂടി എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നു എന്നുള്ളതാണ് കാണുന്നത്. അപ്പോൾ ഇവിടെ ഫ്ലവറിങ് വന്നിട്ടുണ്ട്. നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന അല്ലെങ്കിൽ മാനിഫെസ്റ്റ് ചെയ്തിരുന്ന ആ ഒരു കാര്യം നിങ്ങളിലേക്ക് വരുന്നു എന്നാണ്. ഒരുപക്ഷെ ഒരു വീട് വെക്കണമെന്നാവാം നിങ്ങളുടെ ആഗ്രഹം, അല്ലെങ്കിൽ ഒരു വാഹനം ലഭിക്കണമെന്ന്, പുതിയതായിട്ട് മേടിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടായിരിക്കാം. അത്തരത്തിലൊരു ആഗ്രഹം നടക്കുന്നതാവാം. അതല്ലെങ്കിൽ നല്ലൊരു ജോലിക്ക് വേണ്ടി നിങ്ങൾ കാത്തിരിക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ജോലി നിങ്ങളിലേക്ക് എത്താൻ സമയമായിട്ടുണ്ടാവാം. അപ്പോൾ അത്തരത്തിൽ നിങ്ങളുടെ ആഗ്രഹങ്ങൾ നടക്കുന്നതാവാം. അതുപോലെ നിങ്ങളിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്ന ഏതെങ്കിലും വ്യക്തികൾ തിരികെ എത്തുന്നതാവാം. കാരണം ഇവിടെ ഫ്രണ്ട്ലിനെസ് വന്നിട്ടുണ്ട്. അതായത് 2 ഓഫ് കപ്സിൻ്റെ ഒരു എനർജിയാണത്. അത്തരത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യം നിങ്ങളിലേക്ക് എത്തി നിങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ ജീവിതത്തിൽ ഒരു പുതിയ തുടക്കം കുറിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമെന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അതായത് നിങ്ങൾ അത്തരത്തിൽ
പുതിയ ചില കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഫ്രണ്ട്ലിനെസ് ആണ് വന്നിട്ടുള്ളത്. 2 ഓഫ് കപ്സിൻ്റെ ഒരു എനർജിയാണെന്ന് ഞാൻ പറഞ്ഞു. ചിലർക്ക് ഇതൊരു ബിസിനസ് പാർട്ട്ണർഷിപ്പുമായിട്ട് ആരെങ്കിലും നിങ്ങളിലേക്ക് വരുന്നുണ്ടായിരിക്കാം. നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ വളരെയധികം നന്മയിലേക്കും അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ഉയർച്ചയിലേക്കുമൊക്കെ പോകുന്നതിനായിട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫിനാൻഷ്യലി ഒരു സ്റ്റെബിലിറ്റി തരുന്നൊരു പാർട്ട്ണർഷിപ്പും ഓഫറും ഒക്കെ ആയിട്ട് ചിലർ നിങ്ങളിലേക്ക് വരാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ചിലർക്ക് ഇതൊരു റിലേഷൻഷിപ്പാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പാസ്റ്റിൽ നിങ്ങൾക്കുണ്ടായിരുന്ന ഏതോ ഒരു വ്യക്തി നിങ്ങളിലേക്ക് തിരികെ എത്തുന്നു എന്നുള്ളതാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ സോൾ കണക്ഷൻ ഉള്ള ഒരു വ്യക്തി ഈ ഒരു സമയം നിങ്ങളിലേക്ക് വരുന്നുണ്ട് എന്നാണ്. പിന്നെ ഇവിടെ വന്നിട്ടുള്ളത് ബ്രേക്ക് ത്രൂ ആണ്. അതായത് നിങ്ങളെ ബുദ്ധിമുട്ടിലാക്കിയിരുന്ന പല കാര്യങ്ങളിൽ നിന്നും നിങ്ങൾ പുറത്ത് കടക്കുന്നു എന്നുള്ളതാണ്. വളരെ കഠിനമായ സാഹചര്യങ്ങളിലൂടെ വന്ന ആൾക്കാരാണ് നിങ്ങൾ. നിങ്ങളെ ഇപ്പോഴും പല കാര്യങ്ങളും വിഷമിപ്പിക്കുന്നുണ്ട്. നിങ്ങളുടെ പാസ്റ്റിൽ നടന്ന പല കാര്യങ്ങളും ഇപ്പോഴും നിങ്ങൾക്ക് വിട്ടുകളയാനായിട്ടില്ല എന്നുള്ളതാണ്. പാസ്റ്റിൽ നടന്ന കാര്യങ്ങൾ ഓർത്ത് ഇപ്പോഴും പല ആളുകൾക്കും അതിൽ നിന്ന് പുറത്തിറങ്ങാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. കാരണം ഇവിടെ സോറോയുടെ ഒരു എനർജിയാണ്. നിങ്ങൾ പല കാര്യങ്ങളും ഓർത്ത് വിഷമിച്ചിരിക്കുന്ന ഒരു എനർജിയാണ്. അതുപോലെ തന്നെ ഇവിടെ 7 ഓഫ് സോഡ്സിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട്. ഇന്നലത്തെ നമ്മുടെ ഒരു റീഡിങ്ങിലും 7 ഓഫ് സോഡ്സിൻ്റെ ഒരു എനർജിയാണ് കാണാൻ കഴിഞ്ഞത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റീഡിങ്ങിലും അതേ എനർജിയുള്ള ആളുകളെ തന്നെയാണ് കാണാൻ കഴിയുന്നത്. അതായത് ആരെങ്കിലും നിങ്ങളെ ചതിച്ചതോർത്ത് വിഷമിച്ചിരിക്കുന്നുണ്ടാവാം. സാമ്പത്തികമായും അല്ലാതെയും ഒക്കെ നിങ്ങളുടെ വിശ്വാസത്തെ മുതലെടുത്ത് നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ആ ഒരു വ്യക്തിയിൽ നിന്നും ഒരു ചതി നേരിടേണ്ടി വന്നിട്ടുണ്ടാവാം. അത്തരത്തിലൊരു വിഷമമാകാം നിങ്ങൾക്കുള്ളത്. അല്ലെങ്കിൽ ഏതെങ്കിലും കാര്യങ്ങൾ നിങ്ങളിൽ നിന്നും നഷ്ടപ്പെട്ടതിലുള്ളൊരു വിഷമമാകാം. കാരണം ഇവിടെ 5 ഓഫ് കപ്സിൻ്റെയും ഒരു എനർജി വന്നിട്ടുണ്ട്. ഇതും സോറോയുടെ ഒരു എനർജി തന്നെയാണ്. അല്ലെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത രീതിയിലൊന്നും നിങ്ങൾക്ക് നടക്കാത്തതിനാലുള്ളൊരു നിരാശ തോന്നുന്നുണ്ടാവാം. അപ്പോൾ ഇവിടെ കൂടുതലായിട്ടും നിങ്ങൾക്ക് മാനസികമായ പ്രശ്നങ്ങളാണ് നിങ്ങളെ അലട്ടുന്നു എന്നുള്ളതാണ്. പാസ്റ്റിൽ നടന്നിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ കൂടുതലായിട്ടും ഓർത്ത് വിഷമിക്കുന്നു. അപ്പോൾ ഇവിടെ 5 ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. ഇതിനകത്ത് സോറോയുടെ ഒരു എനർജി ഉണ്ട്. മാത്രമല്ല സോറോയുടെ എനർജി അല്ലാതെ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പാസ്റ്റിലെ കാര്യങ്ങളെ ഉപേക്ഷിക്കുവാൻ നിങ്ങൾ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. പാസ്റ്റിൽ തന്നെ നിങ്ങൾ കുടുങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത്. തീർത്തും നിങ്ങൾ ഒറ്റപ്പെടലുകൾ അനുഭവിക്കുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട്. അപ്പോൾ അത്രയും കഠിനമായ സാഹചര്യങ്ങളിലൂടെ കടന്നു വന്ന ആൾക്കാരാണ് നിങ്ങൾ. അതായത് ഒരു പാറ പൊട്ടിച്ച് പാറയ്ക്കകത്ത് നിന്ന് വന്ന അത്രയും എനർജിയാണ് നിങ്ങൾക്കുള്ളത്. അത്രയും കഷ്ടതകളിലൂടെയും പരീക്ഷണങ്ങളിലൂടെയും ഒക്കെ കടന്നു വന്ന ആളുകളുടെ ഒരു എനർജിയാണ് ഇതിൽ വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങളിപ്പോൾ ഇരിക്കുന്ന ഈ ഒരു സോറോയുടെ എനർജിയിൽ നിന്നും മാറി, അതായത് നിങ്ങളുടെ വേദനകളിൽ നിന്നും വിഷമങ്ങളിൽ നിന്നും ഒക്കെ മറികടന്ന് നിങ്ങൾ പുറത്തേക്ക് വരുന്നൊരു എനർജിയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. മാത്രമല്ല ഇവിടെ ഫുൾ കാർഡും വന്നിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പുതിയ ചില കാര്യങ്ങൾക്ക് ജീവിതത്തിൽ തുടക്കം കുറിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. നിങ്ങളുടെ ജീവിതത്തിലെ ആവശ്യമില്ലാത്ത പല കാര്യങ്ങളും ഉണ്ടാക്കി പുതിയൊരു തുടക്കത്തിലേക്ക് വരുന്നു എന്നാണ് കാണുന്നത്. നിങ്ങളെ കൺട്രോൾ ചെയ്ത് വെച്ചിട്ടുള്ള പല കാര്യങ്ങളിൽ നിന്നും നിങ്ങൾ പുറത്ത് കടക്കുന്ന ഒരു എനർജിയാണ് കാണുന്നത്. അതുപോലെ ഇവിടെ കിങ് ഓഫ് സോഡ്സിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ ഉയർന്നു വരുന്ന ഏതൊരു വെല്ലുവിളി നിറഞ്ഞ സാഹചര്യത്തെയും നിങ്ങൾ അത് എതിർക്കാൻ അല്ലെങ്കിൽ നേരിടാൻ തയ്യാറാവുന്ന ഒരു എനർജിയാണ് കാണുന്നത്. നിങ്ങൾ ഭയങ്കരമായിട്ട് കോൺഫിഡൻസ് നിങ്ങൾക്ക് തോന്നുന്ന ഒരു സമയമാണ്. നിങ്ങൾക്ക് പലതും മനസ്സിലാവുന്ന ഒരു സമയമാണ്. നിങ്ങളുടെ ഇമോഷൻസൊക്കെ മാറ്റി വെച്ചിട്ട് ആക്ഷൻ എടുക്കാൻ തുടങ്ങുന്നു എന്നാണ് കാണുന്നത്. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങളിൽ ഭയന്നിരുന്ന ആൾക്കാരാണെങ്കിൽ ഭയമൊക്കെ മാറ്റി വെച്ചിട്ട്, അതായത് ഇനി ഭയന്നിരുന്നിട്ട് കാര്യമില്ല എന്ന് വിചാരിച്ച് മുന്നോട്ട്
എന്ത് തന്നെ വന്നാലും എനിക്ക് സഹിക്കാൻ പറ്റും, ഞാൻ മുന്നോട്ട് പോകും, ഞാനത് ഫേസ് ചെയ്യുമെന്നുള്ള ഒരു ഉറച്ച വിശ്വാസം നിങ്ങൾക്ക് വരുന്ന ഒരു സമയമാണ്. ശരിക്കും ഇന്നത്തെ റീഡിങ്ങിൽ വന്നിട്ടുള്ളൊരു എനർജി എന്ന് പറയുന്നത്, നിങ്ങളുടെ ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങളെ നിങ്ങൾ സ്വയം പൊട്ടിച്ചു മാറ്റി മുന്നേറുന്ന ഒരു എനർജി തന്നെയാണ്. നിങ്ങൾ നിങ്ങളുടെ സാഹചര്യത്തെയും ജീവിതത്തെ തന്നെയും ഫൈറ്റ് ചെയ്ത് മുന്നേറുന്ന ഒരു എനർജിയാണ് കാണാൻ കഴിയുന്നത്. നിങ്ങൾ നിങ്ങളുടെ വിഷമങ്ങൾ മറികടക്കാൻ പ്രാർത്ഥനയ്ക്ക് പ്രാധാന്യം നൽകുന്നുണ്ടാവാം ഈ ഒരു സമയം. പലരും ഹീല് ചെയ്യുന്നുണ്ടാവാം, മെഡിറ്റേഷൻസ് ഒക്കെ ചെയ്യുന്നുണ്ടാവാം. അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾ നിങ്ങളുടെ മോശമായിട്ടുള്ള ചിന്തകൾ, നെഗറ്റീവ് ചിന്തകളെയും നിങ്ങളുടെ പാസ്റ്റിൽ നിങ്ങളെ വേദനിപ്പിക്കുന്ന ചിന്തകളെയും ഒക്കെ ഹീൽ ചെയ്ത് മുന്നോട്ട് വരേണ്ട ഒരു സമയമാണെന്നുള്ളതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ മേൽ മറ്റാരെങ്കിലും ഏതെങ്കിലും നിയന്ത്രണങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മറ്റാരുടെയെങ്കിലും നിയന്ത്രണത്തിലാണ് നിങ്ങളിപ്പോൾ കഴിയുന്നതെന്നുണ്ടെങ്കിൽ, മറ്റുള്ളവരുടെ നിയന്ത്രണങ്ങളിൽ നിന്നും നിങ്ങൾ പുറത്ത് കടക്കുന്ന ഒരു എനർജിയും ഇവിടെ കാണുന്നുണ്ട്. അതായത് അവർ പറയുന്നത് പോലെ ചെയ്യണം, അല്ലെങ്കിൽ അവരുടെ അനുവാദമുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. ഇത്തരത്തിൽ നിങ്ങൾക്കൊരു സ്വാതന്ത്ര്യമില്ലാതെ മറ്റുള്ളവരുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് നിങ്ങൾ നിന്നിരുന്നുവെങ്കിൽ, ഒരുപക്ഷെ നിങ്ങളതെല്ലാം നിങ്ങളുടെ സാഹചര്യങ്ങൾ കൊണ്ട് മാത്രം സഹിച്ചിരുന്നുവെങ്കിൽ, ഈ ഒരു സമയം നിങ്ങൾ അർഹിക്കുന്ന സ്വാതന്ത്ര്യം നിങ്ങളിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. മറ്റാരും എന്നെ ഇനി നിയന്ത്രിക്കേണ്ടതില്ല, ഞാനിനി അതിനനുവദിക്കില്ല എന്ന് നിങ്ങൾ തീരുമാനമെടുക്കുന്ന ഒരു എനർജിയിലേക്ക് വരുന്നു എന്നാണ്. അവർ നിങ്ങളെ കെട്ടിയിട്ടിരിക്കുന്ന ആ ഒരു ചങ്ങല പൊട്ടിച്ച് നിങ്ങൾ സ്വയം പുറത്ത് കടക്കുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിൽ പുതിയ പല കാര്യങ്ങളും എക്സ്പീരിയൻസ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുമെന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്. ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ കൂടി സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ നിങ്ങൾ അറിയിക്കുക. വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം. നന്ദി.